നൃത്തരംഗത്തും മിനിയേച്ചർ ശില്പനിർമ്മാണ രംഗത്തും ഒരുപോലെ തിളങ്ങുന്ന വ്യക്തിയാണ് അഭിലാഷ്. വി വിജയകുമാറിൻ്റെയും പി ഉഷയുടെയും മകനായി 2000 സെപ്റ്റംബർ 8 ജനനം. ചെറിയ പ്രായം മുതൽക്കേ പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള തെയ്യം മിനിയേച്ചർ ചെയ്തു വരുന്നു. നിരവധി തെയ്യശില്പങ്ങൾ ഇതിനോടകം നിർമ്മിച്ചു. പൊട്ടൻ തെയ്യം, വിഷ്ണുമൂർത്തി, ചാമുണ്ടി, മുച്ചിലോട്ട് ഭഗവതി, അങ്ങനെ കുറേയേറെ തെയ്യശില്പങ്ങൾ. തുണി, പേപ്പർ, തെർമോക്കോൾ, കാർഡ്ബോർഡ്, പേപ്പർ പൾപ്പ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് തുടങ്ങിയവയാണ് ശില്പനിർമ്മാണത്തിന്റെ അസംസ്കൃത വസ്തുക്കൾ. അറിയാതിടങ്ങളിലൂടെ ഇന്ന് നമ്മളോടൊപ്പം ഡാൻസറും മിനിയേച്ചർ നിർമ്മാണത്തിൽ വൈവിധ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന കലാകാരൻ അഭിലാഷാണ്. നമസ്കാരം അഭിലാഷ്. നമസ്കാരം. നിരവധി വേദികളിൽ ഡാൻസ് ചെയ്ത് ഡാൻസറായി അറിയപ്പെടുന്ന താങ്കൾ കരകൗശല നിർമ്മാണത്തിന് താല്പര്യം തോന്നാനുള്ള കാരണം എന്ത്? ഞാൻ ഡാൻസ് മേഖലയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെയാണ് കരകൗശല മേഖല ഇതാക്കി. അത് ഞാൻ ചെറുപ്പത്തിലെ, അതായത് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതലേ ഞാൻ ചെറിയ രീതിയിൽ ഈ തെയ്യത്തിന്റെ മിനിയേച്ചർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡാൻസിന്റെ ഫീൽഡിലേക്ക് വരുന്നത് +1 +2 കാലഘട്ടത്തിലാണ് ഞാൻ ഡാൻസിലേക്ക് വരുന്നത്. അതിന് മുന്നേ ആ കരകൗശല അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടായത്. ഇത്രയും തെയ്യത്തിന്റെ ശില്പങ്ങളൊക്കെ നിർമ്മിച്ചില്ലേ, ഇത് ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് ചെയ്തതാണോ അല്ല അഭിലാഷ് സ്വന്തമായി നിർമ്മിക്കുന്നതാണോ? ഞാൻ സ്വന്തമായി തന്നെ നിർമ്മിക്കുന്നതാണ്. അപ്പം ഇത് പിന്നെ നമ്മളെ സഹായത്തിന് ഞാൻ എൻ്റെ തെയ്യം കിട്ടുന്ന കുറച്ച് ചങ്ങായിമാരുണ്ട്. അവരോട് ഞാൻ ചോദിക്കും എങ്ങനെയാണ് ഇതിന്റെ നിങ്ങളതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നെല്ലാം. അല്ലാണ്ട് അതിന് പ്രത്യേക ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്വന്തമായി തന്നെ ചെയ്യുന്നതാണ്. ഇപ്പം പഴയ പാഴ്വസ്തുലൊക്കെ നിർമ്മിക്കുന്നതാണ്, അത് കൂടാതെ വേറെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ പൊട്ടൻ തെയ്യത്തിന്റെ ശില്പം ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് ചെയ്തത്, ബോഡിയെല്ലാം. ബാക്കിയെല്ലാം പേപ്പർ പൾപ്പ് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യാറ്. അഭിലാഷ് ഇത്രയും ശില്പങ്ങൾ നിർമ്മിച്ചിട്ടില്ലേ, ഇതിൽ ആരെങ്കിലും ആവശ്യക്കാർ വന്നിട്ടുണ്ടോ അഭിലാഷോട് വേണമെന്ന് പറഞ്ഞിട്ട്? ആവശ്യക്കാര് ചോദിക്കലുണ്ട്. ഞാൻ അങ്ങനെ കുറെ ശില്പങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അധികവും ആവശ്യക്കാരെങ്കിലും മുത്തപ്പൻ, ഒരു പൊട്ടൻ തെയ്യം, ഒരു മുച്ചിലോട്ടോ അതിനെല്ലാം ആക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആവശ്യക്കാർ സമയത്ത് ആക്കി കൊടുക്കാറുണ്ട്. അഭിലാഷിന്റെ ഫാമിലിയെ പറ്റി ഒന്ന് നമുക്ക് പറഞ്ഞു. ഫാമിലി അച്ഛൻ, അമ്മ, അനിയത്തിയാണ് എനിക്കുള്ളത്. അപ്പം അച്ഛൻ പെരുമ്പേല് ഒരു സ്പെയർ പാർട്സിന്റെ ഷോപ്പാണ്. അനിയത്തി ഇപ്പം ലാബ് ടെക്നീഷ്യന്റെ ഇത് ചെയ്യുന്നു, അനാമയില് എൻ്റെ ഇന്റേൺഷിപ്പിന് പോവുകയാണ്. അമ്മ ഹൗസ് വൈഫാണ്. അനിയത്തി ഒരു ഡാൻസറാണ്. അനിയത്തി ക്ലാസിക്കലായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ശില്പനിർമ്മാണം ശാസ്ത്രീയപരമായി പഠിച്ചിട്ടില്ല. അതുകൂടാതെ തന്നെ അരിയും കടുകും ഉപയോഗിച്ച് ശിവന്റെ ചിത്രം വരച്ചതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചിട്ടുണ്ട്. നൃത്തത്തിലും തൻ്റെതായ വൈദഗ്ധ്യം തെളിയിക്കാൻ അഭിലാഷിന് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. 2016 മുതൽ നൃത്തകലയിൽ നിരവധി വേദികളിൽ പങ്കെടുത്തു വരുന്നു. ക്ലാസിക്കൽ ഡാൻസ് ആണോ അതോ മറ്റിനം ഡാൻസുകളാണോ അഭിലാഷ് കൈകാര്യം ചെയ്യുന്നത്? ക്ലാസിക്കൽ ഡാൻസ് മാത്രമല്ല, ഞാൻ സിനിമാറ്റിക്, പിന്നെ കൈകൊട്ടിക്കളി, അങ്ങനത്തെ ഡാൻസ് ചെയ്യല്. ക്ലാസിക്കൽ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. തിരുവാതിര, കൈകൊട്ടിക്കളി എല്ലാം ഞാൻ കളിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഡാൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതൽ ഫോക്കസ് ചെയ്തത് ഞാൻ സിനിമാറ്റിക്കിലാണ്. അഭിലാഷ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? എന്താ പഠിക്കുകയാണോ അല്ല എന്തെങ്കിലും ജോലി ചെയ്യുകയാണോ? ഞാൻ ഒരു ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ഒരു കോഴ്സ് ചെയ്യുന്നത് കണ്ണൂരാണ്. കേരള റോട്രോണിക്സിന്റെ ഒരു കോഴ്സാണ് ചെയ്യുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചില്ലേ, അത് ഏത് വർഷമാണ് ലഭിച്ചത്? എന്തിനു വേണ്ടി ലഭിച്ചതാണ്? അത് 2022 ലഭിക്കുന്നത്. അത് അരിയും കടുകും ഉപയോഗിച്ചിട്ട് ശിവന്റെ ഒരു ചെറിയ ചിത്രം ഉണ്ടാക്കിയതിനാണ് ലഭിച്ചത്. അഭിലാഷിന്റെ ഈ കലാപ്രവർത്തനങ്ങളിലൊക്കെ വീട്ടുകാരുടെ എത്രത്തോളം സപ്പോർട്ട് ഉണ്ട്? വീട്ടുകാരുടെ സപ്പോർട്ട് ചെറുപ്പം മുതലേ ഉണ്ട്. അത് ഞാൻ ഇത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ എനിക്ക് തെയ്യത്തിനോട് വളരെ ഒരു ഇഷ്ടവും അത് നമുക്ക് കെട്ടിയാടാൻ പറ്റാത്തത് കൊണ്ട് അത് ഞാൻ ആദ്യം ഒരു ചെറിയ ചെറിയ ശില്പങ്ങളാക്കി കളിക്കാനെല്ലാം ആക്കിയിട്ട് തുടങ്ങിയതാണ്. പിന്നെ അത് അമ്മയെല്ലാം പറഞ്ഞു അത് എന്തിന് വെറുതെ ഇങ്ങനെ ആക്കി ഞാൻ ആദ്യം ഉണ്ടാക്കും, അതെങ്ങനെ വേസ്റ്റ് ആക്കി കളയും. അപ്പം അമ്മയെല്ലാം പറഞ്ഞു അത് എന്തിനും ഇങ്ങനെ ഉണ്ടാക്കി കളയുന്നു, അത് നീക്ക് ആക്കി സൂക്ഷിച്ചുകൂടെ. അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത്. അത് ആടും തുടങ്ങി ഇപ്പൊ ഇങ്ങനെ ഇല്ലെത്തി. അഭിലാഷിന് എന്തെങ്കിലും അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇതുവരെയായിട്ട്? ഡോക്ടർ BR അംബേദ്കർ ജയന്തിയുടെ ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി. ഈ മിനിയേച്ചർ നിർമ്മാണത്തിലും ഈ ഡാൻസിന്റെ മേഖലയിലും കൊണ്ട്
കലാപരമായ നേട്ടങ്ങൾക്ക് ഉള്ള ഒരു അവാർഡ് ഇതിനിടക്ക് ലഭിച്ചു. അതാണ് എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു അവാർഡ് എന്ന് കലാപ്രവർത്തനം. ബാക്കി നാട്ടിൽ നിന്ന് അനുമോദനങ്ങളും അതെല്ലാം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഡാൻസിൻ്റെതായാലും ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടുന്നതായാലും നാട്ടിലെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം ഇതൊരു അവാർഡ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഗ്രൂപ്പ് ഡാൻസ് ഇനത്തിൽ 2 വർഷം തുടർച്ചയായി സമ്മാനം നേടാൻ അഭിലാഷിന് സാധിച്ചു. അതുകൂടാതെ നാടൻപാട്ട് വിഷ്വൽ രംഗത്തും പ്രവർത്തിച്ചു വരുന്നു. ഇതിനോടകം തന്നെ നിരവധി വേദികളിൽ നാടൻപാട്ട് വിഷ്വൽ അവതരിപ്പിക്കാൻ അഭിലാഷിന് സാധിച്ചു. നൃത്തരംഗത്തും ശില്പനിർമ്മാണ രംഗത്തും ഇനിയുമേറെ ശോഭിക്കാൻ ഈ ചെറുപ്പക്കാരന് സാധിക്കട്ടെ എന്നാശംസിക്കാം.